It's okay. Good evening, Mubina. Good evening, Arifa. Good evening, ma'am. Good evening. Good evening, Miss Sia. ഇന്നലെ ചോദിച്ചില്ലാന്ന് തോന്നുന്നു. ആരെങ്കിലും പ്രെയർ റെഡി ആണെന്ന്. ഗുഡ് ഈവനിങ് ഭാവന. ഗുഡ് ഈവനിങ് ഡിൻറ്റ. ഞാൻ ചൊല്ലണോ മാം? Yeah, please. Okay. Good evening. Oh God, you are great. Oh God, you are merciful. In every second, I am thankful to you. I am thanking to you all day. When I wake up, I can feel your kindness. Thank God, you are great. Love you, God, you are merciful. When I fall in sleep, please protect me. Thank God, you are great. Love you, God, you are merciful. Thank you. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് എടുക്കുന്നത് യൂണിറ്റ് 1, അതായത് മോഡ്യൂൾ 1 പാർട്ട് 1ലെ ഫസ്റ്റ് 6 യൂണിറ്റ്സ് 6 യൂണിറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 7 and 8 ഉണ്ട്. അത് അശ്വിനി മിസ് എടുക്കും. സോ പാർട്ട് 2ലേക്ക് നമ്മൾ വരുവാണ്. പാർട്ട് 2ലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. പാർട്ട് 2 ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി ആണ്. സോ അതിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. ഈ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് 2 വാക്കുണ്ടല്ലേ, ഡെവലപ്മെന്റ്, ഗ്രോത്ത്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ മുഴുവനും അതിന്റെ രണ്ടിന്റെ ഒരു ഡിഫറൻസസ്, അത് തമ്മിലുള്ള ഡിസ്റ്റിങ്വിഷ്, എന്താണ് വ്യത്യാസം, എന്താണ് ഡെവലപ്മെന്റ്, എന്താണ് ഗ്രോത്ത്, അതാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഒരു കുട്ടിയുടെ വളർച്ചയിൽ ഓരോ തലങ്ങളുണ്ട്, ഓരോ ഡൊമൈൻസ് ഉണ്ട്. ഓരോ ഏരിയയിലും ആ ഡെവലപ്മെന്റും ഗ്രോത്തും എങ്ങനെയുള്ള കാര്യങ്ങളാണ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് പക്ഷേ കുറെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടാവും. നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ ഉള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന അമ്മമാരും ഇവിടെ കാണും, ടീച്ചേഴ്സും ഇവിടെ കാണും. അപ്പം കാരണം നമ്മുടെ അമ്മമാരാണെങ്കിലും നമ്മളുടെ ഒരു ടീച്ചർ ആണെങ്കിലും നമ്മൾ പലതരത്തിലുള്ള ഒരു 100 കുട്ടികളും 100 രീതിയാണ്, അവരെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ചൈൽഡ് ഡെവലപ്മെന്റ്. എന്താ ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്തൊക്കെയാണ് വരുന്നത് ഒന്ന് ആലോചിച്ചിട്ട് ഒരു 2 minutes മതിയാവുന്ന എനിക്ക് തോന്നുന്നു. ഒന്ന് ആലോചിക്കൂ. 5 minutes വേണോ? ആലോചിച്ച് ഒന്ന് പറയാൻ പറ്റും. ഏർലി ചൈൽഡ്ഹുഡ് ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, 2 to 6 അങ്ങനെയാണോ? പ്രീ സ്കൂൾ, പ്രൈമറി, നഴ്സറി, ഏർലി ചൈൽഡ്ഹുഡ്. നമ്മളിവിടെ ഡെവലപ്മെന്റും ഗ്രോത്തും പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞു വന്നത് മുഴുവനും പോസിറ്റീവ് ആയിട്ടുള്ള ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ആണ്. സോ ഇവിടെ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്താണ് നമ്മൾ ചൈൽഡിന്റെ ഓരോ സ്റ്റേജിലെയും ഡെവലപ്മെന്റും ഗ്രോത്തും പറയുന്നത്. ഇപ്പൊ ജ്യോതി പറഞ്ഞ പോലെ തന്നെ ഓരോ ഏജ് എന്ന് പറയുമ്പോൾ ന്യൂ ബോൺ,
അല്ലെ? ന്യൂ ബോൺ എന്നൊരു ടൈം ഉണ്ട്. നമ്മൾ ആ കുട്ടിയെ ആ ഒരു കുട്ടി ഉം, പുറത്തേക്ക് വന്നിട്ട് എല്ലാമായിട്ടൊന്ന് അഡ്ജസ്റ്റഡ് ആകുന്ന ഒരു ടൈം ഉണ്ട്. അത് ഏതായിരിക്കും? എത്ര സമയം വരെ ആയിരിക്കും അത്? ഒരു 40 ഡേയ്സ് വരെ. 50 ഡേയ്സ്. ഓക്കെ. പറയുന്ന ആ ഒരു സ്പാൻ എന്ന് പറയുന്നത് ശരിക്കും 90 ഡേയ്സ് ആണ്. 0 to 3 months. നമ്മൾ പലപ്പോഴും അതായത് അമ്മയും കുഞ്ഞും ആ ഒരു അമ്മയ്ക്കും ബോഡിയിൽ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു. ഇമോഷണലി ഫിസിക്കലി എല്ലാം അമ്മയ്ക്കും ഡിഫറൻസ് ഉണ്ട്, കുഞ്ഞിനും വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ 3 months വരെയും ഇവർക്ക് നമ്മൾ നല്ലൊരു കെയർ കൊടുക്കുന്ന ഒരു ടൈം അല്ലേ 0 to 3 months എന്ന് പറയുന്നത്, അല്ലെ? രണ്ടുപേരും കൂടുതൽ സമയം റെസ്റ്റ് ആയിരിക്കും. അങ്ങനെയാണ് വേണ്ടതെന്നാ പറയാ, കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ന്യൂ ബോൺ ആ ഒരു ടൈം 0 to 3 months ആണ് ന്യൂ ബോൺ വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഇൻഫാൻസി, ശൈശവാവസ്ഥ എന്ന് നമ്മൾ പറയുന്നത് ഏതൊരു സ്റ്റേജിലാണ്? ഇൻഫാൻസി സ്റ്റേജ്, ശിശു എന്ന് നമ്മൾ പറയുന്നത് അൺടിൽ 1 year അല്ലേ? യെസ്, കറക്റ്റ്. അതായത് 3 months വരെ നമ്മൾ ന്യൂ ബോൺ പറഞ്ഞു. 3 month തുടങ്ങി 12 months വരെ, അതായത് 1 വയസ്സാകുന്നവരെ ഇൻഫാൻസി സ്റ്റേജ് ആണ്, ശൈശവാവസ്ഥ എന്ന് നമ്മൾ പറയും. നെക്സ്റ്റ് നമ്മൾ ടോഡ്ലർ, കൊച്ചുകുട്ടി, ബാല്യം, അങ്ങനെ കൊച്ചുകുട്ടി എന്നുള്ള ആ ഒരു ഇത്, അത് 1 to 3 years ആണ്. ഒരു 3 വയസ്സ് വരെ കൊച്ചുകുട്ടി എന്നൊരു ഇതാണ്. പിന്നെയാണ് കുട്ടി പുറത്തേക്ക് പോയി പഠിക്കാനും അതായത് അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെല്ലാം പോകുന്നത്, തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറെയൊക്കെ ഇങ്ങനെ ക്ലാസ്സിൽ പോയിരുന്ന് ടീച്ചർ പറയുന്ന പഠിക്കുന്നു, കളിക്കുന്നു, മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യും, അങ്ങനെ കൂടുതൽ നടക്കുന്ന ആ ഒരു ഏജ് ആണ് ടോഡ്ലർ. ആ ഒരു 1 to 3 years. ആ 1 year ആളുകളുമായിട്ട് റിലേറ്റീവ്സ്, പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സ്, സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവര് അങ്ങനെ 3 years വരെ അങ്ങനെ കളിച്ചു വരുന്നു. പിന്നെ 3 to 5 years ഒക്കെ ആകുമ്പോഴാണ് പ്രീ സ്കൂൾ സ്റ്റേജിലേക്ക് പോകുമ്പോൾ കുട്ടി 3 to 5 years ഒക്കെ അംഗൻവാടിയിൽ വിടുവാണെങ്കിൽ അങ്ങനെ വിടും, പ്രീ സ്കൂളുകളിൽ വിടും, പ്ലേ സ്കൂളിൽ വിടും, അങ്ങനെ പിന്നെ പാരന്റ്സിന്റെ ജോബ് അനുസരിച്ച് അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്കും കുട്ടിയെ വിടുന്നു. അപ്പൊ ഒരു 5 years വരെ നമ്മൾ ഈ ചൈൽഡിന്റെ ഒരു ഡെവലപ്മെന്റ് ഓരോ ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ചൈൽഡ് ചേഞ്ചസ്, ഓരോ ചേഞ്ച് വരിക, കുട്ടിക്ക് ഓരോ ടൈമിലും ഓരോ ചേഞ്ചസ് വരിക. നമ്മൾ ചൈൽഡ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് നമ്മൾ പറഞ്ഞു. ന്യൂ ബോൺ 0 to 3 months, ഇൻഫാൻസി 3 to 12 months, ടോഡ്ലർ 1 to 3 years, പിന്നെ പ്രീ സ്കൂൾ ഏജ്, ആ ഒരു ഏജ് എന്ന് പറയുന്നത് 3 to 5 years. പ്രീ സ്കൂൾ നമുക്ക് 3 to 4 കൊടുത്തിട്ട് 4 to 5 സ്കൂളിൽ നിന്ന് നിൽക്കാം, പക്ഷെ 5 വരെയും പ്രീ സ്കൂൾ എന്നുള്ള രീതിയിൽ. മോണ്ടിസോറി 6 year വരെ ഒരു മോണ്ടിസോറി സ്കൂളിലാണ്, അങ്ങനെയാണ്. 3 തുടങ്ങി 6 years വരെ മോണ്ടിസോറി സ്കൂൾ, പിന്നെയാണ് അവരെ അല്ലാതെയുള്ള സ്കൂളുകളിലേക്ക് മാറ്റാറ്. പക്ഷെ ഇവിടെ നമ്മളൊരു 4.5 വയസ്സാകുമ്പോൾ നമ്മളുടെ ഇവിടെ പൊതുവെ LKG, then UKG, 4 years കഴിയുമ്പോഴേക്കും LKGയിലേക്ക് KG സെഷനിലേക്ക് കൊണ്ടുപോകും. അപ്പം നമ്മൾ പറഞ്ഞത് ഇതിന്റെ സ്റ്റേജസ് ആണ്, ചൈൽഡ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യും എന്നുള്ളതാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് അതൊന്ന് വായിക്കുക. ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം കേട്ടോ. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഈസ്, നിങ്ങൾക്ക് ഈ നോട്ട്സ് നാളെ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യും. ഇപ്പൊ ഇത് എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ, വായിക്കാൻ പറ്റുമല്ലോ, ഒന്ന് സൂം ചെയ്തിട്ട് ഒന്ന് വായിച്ചു.
വായിച്ചു കഴിഞ്ഞോ? ചെറിയ പാരഗ്രാഫ്. ഓക്കെ. ഇതിലൊക്കെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് നമ്മൾ പറയുമ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ്, നമ്മൾ പൊതുവെയുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ അതിന്റെ ഒരു ലോങ് പ്രോസസ്സാണ്, ലൈഫ് ലോങ് പ്രോസസ്സാണ്. അത് കണക്ട് ചെയ്യുന്ന പല ഡൊമൈൻസ് ഉണ്ട്. ഒന്ന് ഫിസിക്കൽ, നമ്മളുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ്, അതുപോലെ തന്നെ ബിഹേവിയർ, നമ്മുടെ ബിഹേവിയറിൽ വരുന്നത്. പിന്നെ കോഗ്നിറ്റീവ്. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു തിങ്ക് ആൻഡ് റീസൺ, നമുക്ക് ആലോചിക്കാനും എന്തെങ്കിലും കാര്യം കേട്ട് കഴിഞ്ഞാൽ അതിനെ ഒരു സെൻസോട് കൂടി അതിനെപ്പറ്റി തിങ്ക് ചെയ്യാനും അതിനെ അനലൈസ് ചെയ്യാനും പറ്റുന്നതാണ് കോഗ്നിറ്റീവ്. അതുപോലെ തന്നെ ഇമോഷണൽ ഗ്രോത്ത് ആൻഡ് ചേഞ്ച്. ഇമോഷൻസ് പല രീതിയിൽ ഇമോഷൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ടല്ലോ, ആ ഇമോഷണൽ ഗ്രോത്ത്. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചെറിയൊരു കുട്ടിക്ക് വീട്ടിലൊരു ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരാള് മരിച്ചു, ഡെത്തായി, പക്ഷെ ആ കുട്ടിക്ക് ആ ഇമോഷണൽ ഗ്രോത്ത് ആയിട്ടില്ല. ഒരു വയസ്സുള്ള കുട്ടിക്ക് ഒന്നും അറിയില്ല എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അപ്പൊ നമ്മൾ ഓരോ സ്റ്റേജ് കഴിയുന്തോറും ഈ ഇമോഷണൽ ഗ്രോത്തും എല്ലാം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ലൈഫ് ലോങ് പ്രോസസ് ആണ്. കണക്റ്റഡ് വിത്ത് ഈ ഫാക്ടേഴ്സിനെ എല്ലാം കണക്ട് ചെയ്തിരിക്കും. ഫിസിക്കൽ, ബിഹേവിയർ, കോഗ്നിറ്റീവ്, ഇമോഷണൽ ഗ്രോത്ത് ആൻഡ് ചേഞ്ച്. ഇത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. നമ്മൾ പറഞ്ഞു ന്യൂബോണിന്റെ കേസ് പറഞ്ഞു. നമ്മളിപ്പോ നമ്മളുടെ ആ ഒരു, അതായത് മോണ്ടിസോറി വരുന്ന ആ ഒരു ഏജ് വരെ നമ്മൾ പറഞ്ഞു. അതല്ലാതെ നമ്മൾക്ക് സ്റ്റേജസ് വരുന്നുണ്ടല്ലേ. ആ ഒരു ചൈൽഡ്ഹുഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതൊരു സ്റ്റേജിലേക്ക് പോകും? അതൊരു 12 ഇയേഴ്സ് വരെ നമ്മൾ ചൈൽഡ് എന്നുള്ള രീതിയിൽ കണക്കാക്കും. ടീനേജിലേക്ക് അങ്ങ് കടക്കുമ്പോൾ 12 തുടങ്ങി ഒരു 18 ഇയേഴ്സ് വരെ അഡോളസൻസ് അല്ലെങ്കിൽ ടീനേജ് എന്ന് പറയും. പിന്നെ അഡൾട്ട്ഹുഡ് അല്ലെ. നമ്മൾ മലയാളത്തിൽ പറയുവാണെങ്കിൽ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, അങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയൂല. അതുപോലെ തന്നെ നമ്മൾ ന്യൂബോൺ പറഞ്ഞു 0 to 3 months, ഇൻഫാൻസി ആ ഒരു സ്റ്റേജ് പറഞ്ഞു, ശൈശവാവസ്ഥ 3 to 12 months, അതായത് 1 year. പിന്നെ ടോട്ടലർ ആ ഒരു ബാല്യം 1 to 3, കളിച്ചു നടക്കുന്ന ആ ഒരു പ്രായം. പിന്നെ നെക്സ്റ്റ് പ്രീ സ്കൂൾ ലെവലിലേക്ക് പോകുമ്പോൾ ഒരു 3 to 5 or 6 years വരെ, നമ്മുടെ ഇവിടെ ഒരു 5 അല്ലെങ്കിൽ 4.5 years വരെയൊക്കെ. അപ്പൊ ആ ഒരു രീതി. പിന്നെ ഒരു 12 years വരെ, ഒരു ടീനേജ് ആകുന്നത് വരെ ചൈൽഡ്ഹുഡ് എന്നുള്ള രീതിയിൽ കുട്ടികൾ ആ ഒരു രീതിയിൽ ചൈൽഡ്ഹുഡ്, അതായത് ഏർലി ചൈൽഡ്ഹുഡ് ഉണ്ട്, മിഡിൽ ചൈൽഡ്ഹുഡ് ഉണ്ട്. അങ്ങനെ ആ രീതിയിൽ അവരെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ ഒരു 3 years തുടങ്ങി ഒരു 8 years വരെയൊക്കെ ഏർലി ചൈൽഡ്ഹുഡ് ആണ്. മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ ഒരു 9 to 11 years വരെ മിഡിൽ ചൈൽഡ്ഹുഡ് ആണ്. പിന്നെ വരുന്നത് അഡോളസൻസ് 12 to 18 years. പിന്നെ അഡൾട്ട്ഹുഡ്. ആ ഒരു ലൈഫ് സ്പാൻ മനസ്സിലായോ? ചൈൽഡ് ന്യൂബോൺ തുടങ്ങിയുള്ള ഒരു അഡൾട്ട്ഹുഡ് വരെയുള്ളത്. ന്യൂബോൺ 0 to 3 months, ഇൻഫാൻസി എന്ന് പറഞ്ഞാൽ ശൈശവാവസ്ഥ. ഇൻഫാൻസി 3 months തുടങ്ങി 12 months വരെ, 1 year ഒരു വയസ്സാകുന്നവരെ. ടോഡ്ലർ കൊച്ചുകുട്ടികൾ എന്നുള്ള രീതിയിൽ 1 to 3 years കളിച്ച് നടക്കുന്ന ഒരു പ്രായമാണ് 3 years വരെ. പിന്നെ അവര് കാര്യങ്ങൾ മനസ്സിലാക്കാനും തിങ്ക് ചെയ്യാനും അങ്ങനെ കുറെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഡെവലപ്പ് ആവുന്നതാണ് ഒരു പ്രീ സ്കൂൾ ഏജ് 3 to 5 years or 6 years. ആ പ്രീ സ്കൂള് വരുന്നത് ചൈൽഡ്ഹുഡിന്റെ തുടക്കമാണ്. ഏർലി ചൈൽഡ്ഹുഡ് ഏകദേശം ഒരു 3 തുടങ്ങി 8 years വരെ ഏർലി ചൈൽഡ്ഹുഡ്. മിഡിൽ ചൈൽഡ്ഹുഡ് 8 to 12 years കൺസിഡർ ചെയ്യും. പിന്നെ ടീനേജ് അല്ലെങ്കിൽ അഡോളസൻസ് ആണ് 12 to 18, ദെൻ അഡൾട്ട്ഹുഡ്. ഇതാണ് സ്റ്റേജസ് വരുന്നത്, ഒരു ചൈൽഡ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജുകൾ. അഡൾട്ട് ആയി കഴിയുന്ന വരെയുള്ള സ്റ്റേജാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇതിൽ നമ്മൾ പറഞ്ഞു ഫ്രം ബേബിഹുഡ് ടു ചൈൽഡ്ഹുഡ്, ചൈൽഡ്ഹുഡ് ടു അഡോളസൻസ്. അത് തന്നെ കുറച്ചുകൂടെ ഒന്ന് ആ ലൈഫ് സ്പാൻ എത്രയുണ്ടെന്ന്, ആ ഒരു റേഞ്ച് എത്രയുണ്ടെന്ന് നമ്മൾ പറഞ്ഞതാണ് അഡൾട്ട്ഹുഡ്. അങ്ങനെ പല ചേഞ്ചസും നടക്കും. ഈ ഓരോ ചേഞ്ചസ് നടക്കുമ്പോഴും കുട്ടിയുടെ ഫിസിക്കൽ ഇത് മാത്രമല്ല ഡെവലപ്പ് ചെയ്യുന്നത്, ബ്രെയിനും കൂടെ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോഴാണ് കുട്ടിയുടെ ബിഹേവിയർ, ഇമോഷണൽ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. കോഗ്നിറ്റീവ് എന്ന ബുദ്ധിപരമായ, കോഗ്നിറ്റീവ് ആൻഡ് ഇന്റലക്ച്വൽ ബുദ്ധിപരമായ മാറ്റങ്ങൾ വരുന്നത് എല്ലാം ആ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുവാണ്. ഇപ്പൊ ശരീരം വളരുന്നതിനൊപ്പം ഇങ്ങനെ ഈ ഒരു ഇതെല്ലാം ഡെവലപ്പ് ചെയ്യും. ഇമോഷൻസ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ബിഹേവിയറിൽ ചേഞ്ചസ് വരുന്നു എല്ലാം. പിന്നെ റിലേഷൻഷിപ്പ്, അതെല്ലാം അവര് മനസ്സിലാക്കുകയും എല്ലാം ചെയ്യുന്നു.
ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അറിയാലോ, കൊച്ചുകുട്ടികൾ ഇപ്പൊ തല നരച്ചവരെ കാണുമ്പോൾ അവരവരുടെ ഗ്രാൻഡ് പാരന്റ്സിനെ വിളിക്കുന്ന പോലെ അവരോട് വിളിക്കും. അവരുടെ ഒരു പാരന്റ്സിന്റെ ഏജിലുള്ളവരെ കാണുമ്പോൾ ആന്റി, അങ്കിൾ, അങ്ങനെ അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പ് മനസ്സിലാകുക. അവരെക്കാളും മുതിർന്നവരെ ചേച്ചി, ചേട്ടൻ, അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലുള്ള അതെല്ലാം അവരുടെ ഇമോഷണലും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും കൊണ്ടാണ് അവർക്കത് മനസ്സിലാകുന്നത്. ഞാൻ ക്ലാസ് എടുത്തൊരു കുട്ടിയെ പറ്റി പറഞ്ഞിട്ട് വ്യത്യസ്തം ഇഷ്യൂ ഉള്ളത്, അവന് ആ ഒരു ഡെവലപ്മെന്റ് ഇല്ല. അപ്പം അവനെ എല്ലാരും നീന്ന് വിളിക്കുമ്പോൾ അവൻ അവന്റെ അമ്മേനെയും ഗ്രാൻഡ് പാരന്റ്സിനെയും ടീച്ചേഴ്സിനെയും എല്ലാരെയും നീന്നാ വിളിക്കുക. അവര് നീ നല്ല ഇങ്ങനെ പറയണമെന്ന് പറയുമ്പോ ആ ഒരു ഷോർട്ട് ടേമിൽ അവൻ ആ വേർഡ് യൂസ് ചെയ്യും. മേഡം എന്നോ ടീച്ചറിന്റെ വേർഡ് യൂസ് ചെയ്യും. വീണ്ടും നീ തന്നെ വായിക്ക് വരും. സോ അത് ആ കുട്ടിയിലേക്ക് സ്റ്റോർ ആയിട്ടില്ല. ആ ഒരു ഇത് അവനിൽ ഡെവലപ്പായി വന്നിട്ടില്ല. ബ്രെയിൻ അതിനനുസരിച്ച് ഡെവലപ്പ് ആയിട്ടില്ല. ഇത് ഈ ചൈൽഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഫിസിക്കല് കുറെ വ്യത്യാസങ്ങൾ വരും, ഇമോഷൻസിൽ വ്യത്യാസങ്ങൾ വരും, ഇന്റലക്ച്വൽ ഏരിയയിൽ കുറെ വ്യത്യാസങ്ങൾ വരും. അപ്പൊ അങ്ങനെ ഏതെല്ലാം ഏരിയാസിലാണ് ആ ഡെവലപ്മെന്റ് വരുന്നത്? ആ ഡെവലപ്മെന്റ് വരുന്നതിന് ഇതാണ് ഗ്രോസ് മോട്ടോ സ്കിൽ. ഗ്രോസ് മോട്ടോ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂവ്മെന്റ് ആണ്. കുട്ടി ഒരു 3 months ഒക്കെ ആവുമ്പോഴേക്കും എന്താ കമിഴ്ന്ന് വീഴാനും എഴയാനൊക്കെ തുടങ്ങില്ലേ. പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും ചാടാനും ഓടാനും ഒക്കെ തുടങ്ങും അല്ലെ. അപ്പൊ ഗ്രോസ് മോട്ടോ സ്കിൽ എന്ന് പറയുന്നത് അതാണ്. ക്രോളിങ്, ജമ്പിങ്, റണ്ണിങ്, അങ്ങനെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി വരുന്നില്ലേ, അതാണ് മോട്ടോ സ്കില്ല്. ഗ്രോസ് മോട്ടോ സ്കിൽ. മോട്ടോ സ്കില്ല് തന്നെ രണ്ടുണ്ട്, ഗ്രോസും ഫൈനും. ഏതോ ഒരു ക്ലാസ് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രോസ് മോട്ടോ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ക്രോളിങ്, ജമ്പിങ്, റണ്ണിങ്, സിറ്റിങ്, സ്റ്റാൻഡിങ്, അതെല്ലാമാണ്. ഫൈൻ മോട്ടോ സ്കിൽ എന്തെങ്കിലും ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് റൈറ്റിംഗ്, ഡ്രോയിങ്, അങ്ങനെയുള്ളത് വരുന്നുണ്ട്. ഒരു 3 years ഒക്കെ ആവുന്നതിന് തൊട്ട് മുമ്പേ എന്തെങ്കിലും കിട്ടുമ്പോൾ ഇപ്പൊ പെൻസിലോ പേന എന്തെങ്കിലും കിട്ടുമ്പോൾ അവർ തന്നെ എന്തെങ്കിലുമൊക്കെ വരച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും കുത്തി അവർക്ക് അത് പിടിക്കാനൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി ഒക്കെ വന്നു. പിന്നെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ചൈൽഡ് ഡെവലപ്പ് ചെയ്യുന്ന ചില ഏരിയ ആണ്. അവരുടെ സംസാരം, അവരുടെ ലാംഗ്വേജ് ഒക്കെ പ്രോപ്പർ ആവും. പിന്നെ കോഗ്നിറ്റീവ് ആൻഡ് ഇന്റലക്ച്വൽ, ബുദ്ധിപരമായ വ്യത്യാസങ്ങൾ, തിങ്ക് ചെയ്യാനും റീസണിങ് ചെയ്യാനും ഒക്കെ അവർ പഠിക്കും. കൗണ്ട് ചെയ്യാൻ പഠിക്കും, ഐഡന്റിഫൈ ചെയ്യും. ഓരോ ഒബ്ജക്ട്സ് കാണിക്കുമ്പോൾ അത് അവർ ഐഡന്റിഫൈ ചെയ്യാൻ ചെയ്യും. നമ്മളിപ്പോ കണ്ണേതാ മൂക്കേതാ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവരത് ടച്ച് ചെയ്ത് കാണിക്കുന്നു. പിന്നെ അവർക്ക് കയ്യിൽ കിട്ടുന്ന സാധനം ഒരു ഫ്ലവർ ആണെങ്കിൽ അതൊരു പൂവാണെന്ന് മനസ്സിലാക്കാൻ, അങ്ങനെയുള്ള കോഗ്നേറ്റീവ് ആൻഡ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് വരുന്നു, ആ ഏരിയയിലും വരും. പിന്നെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ സ്കിൽസ്, അതായത് റിലേഷൻഷിപ്സ് മനസ്സിലാക്കുക, അതുപോലെ തന്നെ മറ്റു കുട്ടികളുമായിട്ട് സോഷ്യലൈസ് ചെയ്യുക, കളിക്കുന്നു, അവരുമായിട്ട് പ്ലേയിങ് വിത്ത് അതർ ചിൽഡ്രൻ. അപ്പം ഒരുവിധം ഒരു ഐഡിയ കിട്ടിയോ? ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ അതിൽ പറഞ്ഞു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഒരു ലോങ് പ്രോസസ് ആണ്. ഒരു ലോങ് പ്രോസസ് ആണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത് പല ഡൊമൈൻസിലാണ്, പല സ്റ്റേജസിലാണ് ആ ഡെവലപ്മെന്റ് നടക്കുന്നത്. അതിന് ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ന്യൂ ബോൺ ബേബീസിനെ പറഞ്ഞു, 0 to 3 months. ഇവിടെ ബേബിഹുഡ്, ചൈൽഡ്ഹുഡ്, അഡോളസൻസ് അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ ആ ഒരു ലൈഫിന്റെ ആ ഒരു റേഞ്ച്, ആ ഒരു സ്പാനും കൂടെ പറഞ്ഞതേ ഉള്ളൂ. ന്യൂ ബോൺ 0 to 3 months. ഇൻഫാൻസി, നമ്മുടെ ശൈശവാവസ്ഥ എന്ന് പറയുന്നത് 3 to 12 months. ടോഡ്ലർ, കൊച്ചുകുട്ടികൾ എന്നുള്ള രീതിയിൽ 1 to 3 years. ദെൻ കുട്ടികൾ എന്നുള്ള ചൈൽഡ്, ആ ഒരു രീതിയിൽ പറയുന്നത് ഒരു പ്രീ സ്കൂൾ വരുന്നത് 3 to 4 അല്ലെങ്കിൽ 5 or 6 വരെ കൺസിഡർ ചെയ്യും. പിന്നെ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞത് 0 to ഒരു 12 years വരെ, ടീനേജ് ആവുന്നവരെ ഒരു അല്ലെങ്കിൽ 4 to 12 years ഒക്കെ. അതിൽ ഏർലി ചൈൽഡ്ഹുഡ് 4 to 8 കൺസിഡർ ചെയ്യും. പിന്നെ ടീനേജ്, മിഡില് 12 വരെ കൺസിഡർ ചെയ്യും. ടീനേജ് ആവുമ്പോൾ അഡോളസൻസ് ഓർ ടീനേജ്, ദെൻ അഡൾട്ട്ഹുഡ്. ആ രീതിയിലാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് നടത്തുന്നത്. അതിൽ നമ്മൾ ഇവിടെ പറയുന്നത് ആ ഒരു പ്രീ സ്കൂൾ ഏജ് അതുവരെ നമ്മളിവിടെ കൺസിഡർ ചെയ്യും. പക്ഷേ എന്റെ ഒരു റിക്വസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അഡോളസൻസ് നല്ല പോലെ മനസ്സിലാക്കും. കാരണം നമ്മൾ കുറെ കൂടെ നമുക്കൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം വരുന്നത് ഈ കൂടുതലും അഡോളസൻസ് ഗ്രൂപ്പിലാണ്. അവരെ മാനേജ് ചെയ്യാൻ പലപ്പോഴും പല ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഏജ് ആണ് ആ ഒരു ടൈം എന്ന് പറയുന്നത്, അഡോളസൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ മാനേജ്.
ബട്ട് അഡോളസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഭയങ്കര കൺഫ്യൂഷൻസിലാണ്. തെറ്റ് ചെയ്ത് ശരി ചെയ്ത് അവരുടെ ശരികൾ കുറെ ഉണ്ട്, അത് ചിലപ്പോ ശരിയായിരിക്കണമെന്നില്ല, അങ്ങനെ കുറെ കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ നിൽക്കുന്നതാണ് അഡോളസൻസ്. അപ്പൊ നമുക്ക് ഈ ഒരു പാർട്ട് 2-ല് അഡോളസൻസിനെ കുറിച്ച് കൂടുതൽ നമുക്കൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ ഇതിനകത്ത് അത് കാര്യമായിട്ടൊന്നും വരുന്നില്ലെങ്കിൽ അത് വേണം. കാരണം മൾട്ടിസ്റ്റോറി ആയതുകൊണ്ട് നമുക്കൊരു 6 years വരെ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ജസ്റ്റ് അതിൽ ടച്ച് ചെയ്ത് പോകുന്നു. ഓക്കെ, ഇനി ഇമോഷണൽ ഡെവലപ്മെന്റ് നമ്മൾ പറഞ്ഞല്ലോ. ഫിസിക്കൽ നമ്മൾ പറഞ്ഞു, ബിഹേവിയറിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ഹാബിറ്റും ബിഹേവിയറും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ. ഈ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അവരുടെ ഫീലിങ്സ്, അതിനെ കുറിച്ച് അവർ പെട്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ ഫീലിങ്സും ഇമോഷൻസും, പിന്നെ അവർക്ക് മനസ്സിലാകും ഹൗ ആൻഡ് വൈ ദേ എങ്ങനെയാണ് ഈ ഫീലിങ്സ് വരുന്നത് എന്നുള്ളതാണ്. എവിടെയെങ്കിലും അവരുടെ കാലൊന്ന് ഇടിച്ചു, പെയിൻ വന്നു, സോ അവർ കരയുവാണ്. സോ അവർക്കറിയാം അങ്ങനെ നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ചെറിയൊരു അപകടം സംഭവിച്ചാൽ, കൈ മുറിഞ്ഞാൽ, കൈ പൊള്ളിയാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും മുട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേദന എടുക്കും. ആ ഒരു ഫീലിങ്സ് അവർ മനസ്സിലാക്കും. പിന്നെ എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം കിട്ടുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ചിരിക്കും, ഭയങ്കര സന്തോഷം അവർ പ്രകടിപ്പിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഫീലിങ്സ് അവരിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അവർ ഓൺ ഫീലിങ്സ്, ഇങ്ങനെ ഫീലിങ്സ് റെക്കഗ്നൈസ് ചെയ്യുന്നു, നമ്മുടെ ഫീലിങ്സ് അവർക്ക് മനസ്സിലാകുന്നു. നമ്മൾ കരയുവാണെങ്കിൽ കുഞ്ഞു കുട്ടികൾ വന്ന് ചോദിക്കില്ലേ എന്തിനാ കരയുന്നേ, അങ്ങനെ അവരുടെ ഒക്കെ നിഷ്കളങ്കമായ ഒരു ചോദ്യമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് നമ്മളുടെ ഫീലിങ്സും അവരുടെ ഫീലിങ്സും എല്ലാം അവർ മനസ്സിലാക്കുന്ന ആ ഒരു ലെവലാണ് ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ എഫക്റ്റീവ് വേസ് അവർ കണ്ടുപിടിക്കും. ഈ ഫീലിങ്സ് മാനേജ് ചെയ്യാനായിട്ട് എഫക്റ്റീവ് വേസ് കണ്ടുപിടിക്കും. ചില കുട്ടികൾ അങ്ങനെയല്ല, ആരെങ്കിലും കാണുകയും വീണ് കഴിഞ്ഞാൽ അവര് ചിലപ്പോൾ കരയില്ല, അത് ഷെയിമായിട്ട് അവർക്കൊരു ഫീല് വരും. അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവില്ല. പിന്നെ ആരെങ്കിലും വരുമ്പോ ഡ്രസ്സ് നല്ലപോലെ ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു ഷെയിമായിട്ട്, അങ്ങനെയൊക്കെ അതൊക്കെ അവരിൽ വരുന്ന ഒരു ഇമോഷണൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. ഇനി ഈ ഒരു ഇത്രയും കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇവിടെ ഈ ഒരു ഏജ് വരെയുള്ള കുട്ടികളിൽ എക്സ്പീരിയൻസ്, ടീച്ചർമാരുണ്ടാവും, അമ്മമാരുണ്ടാവും, അതുകൊണ്ടാണ് ചോദിച്ചത്. ആരും ഒരു 3-4-5 years എന്റെ ഫാദർ, എന്റെ മോന് 2-2.5 വയസ്സ്. നീജ പോയോ? ഓക്കെ, മനീജ വരട്ടെ. അപ്പോഴേക്കും നമുക്കറിയാം നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു ഏരിയ, ഒരു സ്റ്റേജ്, ഫിസിക്കൽ ഡെവലപ്മെന്റ്, PD. ഫിസിക്കൽ ഡെവലപ്മെന്റ് നമ്മളുടെ ബോഡിയുടെ ഡെവലപ്മെന്റും അതുപോലെ തന്നെ ബ്രെയിനിന്റെ, അതിന്റെ ബോഡി വളരുന്നതിനനുസരിച്ച് നമ്മൾ പറയില്ല, നമ്മുടെ ബ്രെയിൻ വളരും, ഹാർട്ട് വരും, ഇന്റേണൽ ഓർഗൻസ് എല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രെയിനും നമ്മുടെ ബോഡിയുടെ ഒരു പാർട്ടാണല്ലോ. ഈ ബ്രെയിനും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് വരുന്നത്. അപ്പൊ ബോത്ത് ബ്രെയിൻ ആൻഡ് ബോഡി എന്ന് പറയുമ്പോൾ ഈ ബ്രെയിനും ബോഡിയും എല്ലാം ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സെൻസറി ഓർഗൻസ്, നമ്മൾക്ക് പ്രൈമറി സെൻസസും ഉണ്ട്, സെക്കൻഡറി സെൻസസും ഉണ്ട്. സെക്കൻഡറി സെൻസസ്, പ്രൈമറി സെൻസസിൽ എന്തൊക്കെയാ വരിക? അത് ശരിക്കും സെക്കൻഡറി സെൻസസിലാണ് വരുന്നത്. ശരിക്കും നമ്മള് സെൻസറി ഓർഗൻസ് നമ്മൾ കോമൺ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഈ പ്രൈമറി സെൻസസ് എന്ന് പറയുമ്പോൾ കുട്ടിയുടെ ബാലൻസ് സിസ്റ്റം ഇല്ലേ, അവർ പിടിച്ചു നിൽക്കാനും എണീക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു ഏജ് ഇല്ലേ, ആ ഒരു, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനനുസരിച്ച് അവര് എണീറ്റ് ബാലൻസ് ചെയ്യും, അവരുടെ മൂവ്മെന്റ് നേരെയാക്കുന്നു. അതൊരു സെൻസാണ്. ഓക്കെ, മൂവ്മെന്റ് സെൻസസ് ആണ് പ്രൈമറി സെൻസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂവ്മെന്റ് സെൻസസ് ആണ് പ്രൈമറി സെൻസസ്. പിന്നെ ഈ സെക്കൻഡറി സെൻസസ് അത് നമുക്ക് നമ്മളുടെ ത്രൂ ഔട്ട് ദ ഈ കോഴ്സിൽ നമുക്ക് ഈ സെൻസറി ഓർഗൻസ്, ഇപ്പം ജ്യോതി പറഞ്ഞ ആ സെൻസറി ഓർഗൻസ്
എല്ലാം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഐസ്, വിഷ്വൽ, ഓഡിറ്ററി കേൾക്കുന്നത്, പിന്നെ ഓൾഫാക്ടറി എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ പറയാ സ്മെല്ല് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. പിന്നെ ഗസ്റ്റേറ്ററി സിസ്റ്റം, ഗസ്റ്റേറ്ററി എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ശരിക്കും എടുക്കൂട്ടോ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സെൻസറി ഓർഗൻസ് നമുക്ക് ത്രൂ ഔട്ട് ദ കോഴ്സ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിഷ്വൽ കണ്ണാണ്, ഐസ്, കൺട്രോൾ ഓഫ് ഐ മൂവ്മെന്റ്, പിന്നെ ഒരു കാര്യം കാണുമ്പോൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക, ചുറ്റും നോക്കുക. അപ്പൊ എന്തെങ്കിലും കുട്ടിയോട് അത് എവിടെയായിരിക്കണേന്നൊന്ന് കണ്ടുപിടിക്കാം. കുട്ടി അതിനനുസരിച്ച് അതിന്റെ വിഷ്വൽ സെൻസ് ഉപയോഗിക്കും. അപ്പൊ അതിന്റെ ഒരു നല്ലൊരു സെൻസറി ഓർഗൻ ആണ് വിഷ്വൽ സിസ്റ്റം, ഐസ്. പിന്നെ ഓഡിറ്ററി സിസ്റ്റം, അത് ചെവി. ഒരു സ്ഥലത്ത് നിന്ന് ശബ്ദം വന്നു കഴിഞ്ഞാൽ അത് ഏത് ഭാഗത്താണെന്ന് മനസ്സിലാക്കി. ഇപ്പൊ കുട്ടിയുടെ അച്ഛൻ ജോലിക്ക് പോയിട്ട് അല്ലെങ്കിൽ അമ്മ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ ആ ഒരു കൊച്ചിന്റെ പേര് വിളിച്ചിട്ടാ വരുന്നെങ്കിൽ ഓടി ചെല്ലും. അത് എവിടെ നിന്നാണോ ശബ്ദം കേട്ടെ ആ ഏരിയയിലേക്ക് പോകും. അത് അതിന്റെ ഓഡിറ്ററി സിസ്റ്റം ആണ്. ആ ഒരു സെൻസ് ആണ്. ലൊക്കേറ്റ് ചെയ്യുന്നു, എവിടെ നിന്നാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നു. പിന്നെ അല്ലാതെ പല ശബ്ദങ്ങളും കേൾക്കുമ്പോൾ അതിൽ നിന്ന് അത് ഇന്ന ശബ്ദം, ഇപ്പൊ കാക്കയുടെ ശബ്ദം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അതെല്ലാം ആ ഇൻഫർമേഷൻസ് എല്ലാം അതിന്റെ ചെവിയിലേക്ക് വരും. പിന്നെ ഓൾഫാക്ടറി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്മെല്ല് കിട്ടും. ആ സെൻസിന് ഓൾഫാക്ടറി സിസ്റ്റം. പിന്നെ ഗസ്റ്റേറ്ററി സിസ്റ്റം, സെൻസ് ഓഫ് ടേസ്റ്റ്, നമ്മൾ രുചിക്കുന്നത്, ടേസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ടച്ച്, നമ്മുടെ ആ ഫീലിംഗ്, അതാണ് ടച്ച് നെക്സ്റ്റ് വരുന്നത്. ശരിക്കും ഈ ടച്ച് വരുന്നത് പ്രൈമറി സെൻസിലാണ് കാണിക്കുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞ 4 എണ്ണമാണ് സെക്കൻഡറി സെൻസ് ആയിട്ടും ടച്ച് പ്രൈമറി സെൻസ് ആയിട്ടാണ് പറയുന്നത്. സെൻസേഷൻ ടു ദ സ്കിൻ, അതായത് നമ്മളുടെ സ്കിന്നില് കുട്ടിയെ പ്രഷറൈസ് ചെയ്യുമ്പോൾ അതൊക്കെ അതിന് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നു. ഒരു ചൂട് വരുമ്പോൾ, ഒരു പെയിൻ വരുമ്പോൾ, അതെല്ലാം പ്രൈമറി സെൻസ് ആയിട്ട്. നമ്മൾ സെൻസറി ഓർഗൻസ് എന്ന് പറഞ്ഞ 5 എണ്ണം ഒരുമിച്ചാണ് പറയാറ്. പക്ഷെ ഇതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രൈമറിയും സെക്കൻഡറിയും. അതിന്റെ സെക്കൻഡറിയില് ഐ, ഇയർ, സ്മെൽ, നോസ്, പിന്നെ ടങ്, ടേസ്റ്റ്, അത്രയും ആണ് സെക്കൻഡറിയിൽ വരുന്നത്. ടച്ച് വരുന്നത് സ്കിന്നുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ആ സെൻസറി ആണ്. ടാക്ടൈൽ സിസ്റ്റം ആണ് പറയുന്നത്. ടാക്ടൈൽ അത് പ്രൈമറി സെൻസിലാണ് വരുന്നത്. അവിടെയാണ് മൂവ്മെന്റ്, ബാലൻസ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ ബോഡിയുടെ പല പാർട്സിലേക്കും, അതായത് കുട്ടിക്ക് എങ്ങനെ പോയാലാണ് പെട്ടെന്ന് ഓടാനും എഴയാനും പറ്റുക, അങ്ങനെ മസിൽ എങ്ങനെ കൈയും കാലും മൂവ് ചെയ്യണം, അതൊക്കെ പ്രൈമറി സെൻസ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, മനീജ ജോയിൻ ചെയ്തോ? പറയാൻ വന്നിരുന്നു ഇല്ല അല്ലെ? സെൻസറി സിസ്റ്റത്തിന്റെ കാര്യം അതായിരുന്നു. നമ്മൾ ഒരു ഏരിയ പറഞ്ഞതാണ് കോഗ്നിറ്റീവ്. നമുക്ക് തിങ്ക് ആൻഡ് റീസൺ, ചിന്തിക്കാനും നമുക്ക് അതിനെ അനലൈസ് ചെയ്യാനുള്ളത്, നമ്മുടെ ബുദ്ധി, അത് വരുന്നതാണ്. ബ്രെയിൻ കൂടുതൽ വർക്ക് ചെയ്യുന്നൊരു ഭാഗം കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ആ 5 years നമ്മൾ ഈ പറഞ്ഞ ആ ഒരു പ്രീ സ്കൂൾ അല്ലെങ്കിൽ ആ ഒരു 0 to 1 തുടങ്ങി 5 years പെട്ടെന്നാണ് കുട്ടികൾ വളരുന്നത്. പെട്ടെന്നാണ് അവരുടെ ഗ്രോത്തും ഡെവലപ്മെന്റും സംഭവിക്കുന്നത്. പല ഏരിയാസിലുമുള്ള ഗ്രോത്തും ഡെവലപ്മെന്റും. അത് ആ ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. മോട്ടോ സ്കിൽസ്, കുട്ടികൾ ഓടും, ചാടും, ഹോൾഡ് ചെയ്യും, വരയ്ക്കും, ഡ്രോ ചെയ്യും, അതെല്ലാം മോട്ടോ സ്കിൽസ് ഗ്രോസ് ആൻഡ് ഫൈൻ നമ്മൾ പറഞ്ഞു. പിന്നെ ലാംഗ്വേജ്, കുട്ടികളുടെ ലാംഗ്വേജ് വരുന്നത് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഒരു സംസാരിക്കുന്നു, അവരുടെ ഏജിലുള്ള കുട്ടികളോട് സംസാരിക്കുന്നു, നമ്മളോട് സംസാരിക്കുന്നു. പിന്നെ സോഷ്യൽ, ഇമോഷണൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാം പെട്ടെന്ന് പെട്ടെന്നായിട്ട് വരുന്ന ആ ഒരു ടൈം സ്പാൻ ആണ് ഈ 5 years വരെ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കുട്ടികൾ തിങ്ക് ചെയ്യും, അതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഫിസിക്കൽ നമ്മൾ പറഞ്ഞു, ബോഡി മാത്രമല്ല ബ്രെയിനും കൂടെ, ബോഡിയുടെ എല്ലാ പാർട്സും ബ്രെയിനും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നതാണ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. പിന്നെ ബിഹേവിയർ, കുട്ടിയുടെ ബിഹേവിയർ മാറും ഓരോ സ്റ്റേജിനനുസരിച്ച്. പിന്നെ ഇമോഷണൽ നമ്മൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇമോഷൻസ് വരുന്നത്, അതിനെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കുന്നു, അതാണ് ഇമോഷണൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ പറയുന്നത് കോഗ്നിറ്റീവ് ആണ്. കോഗ്നിറ്റീവ് മീൻസ് കുട്ടി തിങ്ക് ചെയ്യുന്നു,
റീസണിങ് അറിയില്ലേ, ഭയങ്കര ബുദ്ധിയാണല്ലോ, അങ്ങനെ കുറെ ഓരോ കാര്യം കുട്ടി ഇങ്ങനെ പറയുന്ന സമയത്ത് പലപ്പോഴും അവര് പല കാര്യങ്ങളും ഫിഗർ ഔട്ട് ചെയ്യുന്നു, അവർക്ക് പലതും സോർട്ട് ഔട്ട് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുന്നു. അത് നോളജ്, അവരുടെ നോളജ് ഡെവലപ്മെന്റ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണത്. നോളജ്, സ്കിൽസ്, പ്രോബ്ലം സോൾവിങ്, അങ്ങനെയൊക്കെ. അപ്പൊ നമ്മൾ ശരിക്കും കുട്ടിക്ക് ഒരു പ്രോബ്ലം സോൾവിങ്ങിനുള്ള ഒരു മെത്തേഡൊക്കെ ഇട്ട് കൊടുക്കുന്നത് പലപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ചില ടോയ്സ് ഒക്കെ കൊടുക്കുമല്ലോ ഈ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ബിൽഡിംഗ് ബ്ലോക്സും അല്ലാതെ കുറെ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാനും അത് അടുക്കി വെക്കാനും അങ്ങനെയുള്ള രീതിയിലൊക്കെ കുറെ ടോയ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഒരു പാർട്ടും കൂടിയാണ് ബ്രെയിൻ ഡെവലപ്മെന്റ്. ഫിസിക്കൽ ഡെവലപ്മെന്റ് നടക്കുമ്പോൾ ബ്രെയിൻ വളരുന്നു, പക്ഷെ വലിപ്പത്തിന്റെ ഒപ്പം തന്നെ ഈ ബുദ്ധിയും കൂടെ ആവുന്നതാണ് ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പോ കുട്ടിയുടെ ഈ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യാൻ, പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾക്ക് എന്തെല്ലാം, നമ്മൾ ആസ് എ പാരന്റ് അല്ലെങ്കിൽ ആസ് എ ടീച്ചർ നമ്മൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? ഒരു പാരന്റ് അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്ന രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? പിക്ചേഴ്സ് അങ്ങനെയുള്ളത് കാണിച്ചു കൊടുത്ത് കുട്ടികളുടെ പസിലുകളൊക്കെ കൊടുക്കുക പിള്ളേർക്ക്. അതെ, സ്റ്റോറി ടെല്ലിംഗ്, റൈംസ്, ഗെയിംസ്, കടങ്കഥകൾ ചോദിക്കാം, അപ്പൊ അവര് ആൻസർ കണ്ടുപിടിക്കാനുള്ളൊരു അതായത് ആൻസറിങ് യുവർ ചൈൽഡ്സ് അതുപോലെ കുട്ടികൾ കുറെ ചോദ്യങ്ങൾ ചോദിക്കൂലേ, എന്താണ് അങ്ങനെ, എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എപ്പോഴും അവരുടെ വൈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഏറ്റവും നല്ലതാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുക, റൈംസ് പറഞ്ഞു കൊടുക്കുക, അതല്ല സ്റ്റോറി എന്നൊക്കെ കുറെ മോറൽസ് അവരുടെ ഉള്ളിലേക്ക് കയറും, ആ ഒരു പ്രായമാണത്. പിന്നെ ടോയ്സ്, ടോയ്സ് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ അതിൽ നിന്നെല്ലാം മാറ്റി വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ കൊണ്ടുവരണം. അല്ലാണ്ട് കുറെ ടോയ്സ് ഒരു മൂലയിൽ വെച്ചിട്ട് അത് വെച്ച് കളിക്കും. ആ ഒരു ഏജ് അവരുടെ കഴിവാണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ടോയ്സ് അവർ ഉപേക്ഷിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് അവർ എക്സ്പ്ലോർ ചെയ്ത് വരും. പിന്നെ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒബ്ജക്ട്സ് അതെല്ലാം നിങ്ങൾ പറഞ്ഞു വരും. അതിനെ പറ്റി കുട്ടിയോട് സംസാരിക്കുക, അതിനെപ്പറ്റി അങ്ങനെ ഓരോ കാര്യങ്ങൾ കാണിച്ചിട്ട്. നമുക്കറിയാം കുട്ടി വാങ്ങിച്ചു കൊടുക്കുന്ന ടോയ്സ് ഉപയോഗിക്കാതെ കിച്ചണിൽ വന്ന് അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ച് ചിലപ്പോൾ കളിക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ സിംഗിങ് ആൻഡ് റീഡിങ് ടു യുവർ ബേബി നിങ്ങൾ പറഞ്ഞു, ലൈഫ് സ്റ്റോറീസ് എല്ലാം പറഞ്ഞു കൊടുക്കുക. പിന്നെ ബുക്ക് പസിൽസ് അതും പറഞ്ഞു, ചില പസിൽസ് ബുക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഡോട്ട്സ് കാണിച്ചിട്ട് വെച്ചിട്ട് ആ പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക, വഴി കാണിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ എന്താ പറയാ റിഡിൽസും പസിൽസ് ഒക്കെ വരുന്ന ബുക്സ് ഇല്ലേ, അപ്പൊ അങ്ങനെയുള്ള ബുക്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബുക്സ് കളർ ചെയ്യാം, ഫസ്റ്റ് ക്രയോൺസ് യൂസ് ചെയ്ത് കളർ ചെയ്യാനായിട്ട് അവരെ പഠിപ്പിക്കുക. അങ്ങനെ അവരുടെ ഇൻട്രസ്റ്റ് ഏത് ലേണിംഗ് ആക്ടിവിറ്റീസിലാണ് അവരുടെ ഇൻട്രസ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ചിലർക്ക് ചിലപ്പോ ഇതുപോലെ കളർ ചെയ്യാനായിരിക്കും, ചിലർക്ക് വരയ്ക്കാനായിരിക്കും താല്പര്യം. പിന്നെ ചില കുട്ടികൾക്ക് ചില കാര്യങ്ങളോട് താല്പര്യം ഉണ്ടാവും. ഇപ്പോൾ JCB അതിനോട് ഭയങ്കര താല്പര്യമുള്ള പിള്ളേരുണ്ടായിരിക്കും. ഭയങ്കര ഇഷ്ടം. 2 years ഉള്ളൂ. ശരി, എന്ത് കിട്ടിയാലും JCB പോലെ ഇങ്ങനെ ഷേപ്പ് ആക്കിയിട്ട് മണ്ണ് ഇങ്ങനെ കോരിയെടുക്കാന്ന് പറഞ്ഞോണ്ടിരിക്കും. ഓക്കെ വെരി ഗുഡ്. ചില കുട്ടികൾ ഡിനോസേഴ്സിനോട് ഭയങ്കര താല്പര്യം ഉണ്ടാവും. അങ്ങനെ ഓരോ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ മോൻ ചെറുതായിരുന്നപ്പോ അവന് വണ്ടികളോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. JCBയിലായിരുന്നു തുടങ്ങിയത്. പിന്നെ ഒരു 3 years ഒക്കെ കഴിഞ്ഞപ്പോൾ കാറുകളായി. കാറെന്ന് പറഞ്ഞാൽ ടോയ് കാർ വാങ്ങണതല്ല, വഴിയിൽ പോകുന്ന കാറിലെ ഓരോ കാറിന്റെയും ഒരു എംബ്ലം വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് കണ്ടു കഴിഞ്ഞാൽ അത് ഏത് കാറാന്ന് ഐഡന്റിഫൈ ചെയ്ത് പറയുമായിരുന്നു. അപ്പൊ അതൊക്കെ ഓരോ കുട്ടികളിലും ഓരോ യുണീക്ക് ആണല്ലോ. കുറച്ചധികം കാര്യം ബ്രേക്ക് ആവും. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു പാരഗ്രാഫ് വായിച്ചത് കൂടുതൽ കാര്യങ്ങളാണ്. അപ്പൊ ഈ ഇത്രയും ഫിസിക്കൽ, ബിഹേവിയറൽ, കോഗ്നിറ്റീവ്, ഇമോഷണൽ ഈ ഒരു കൂടുതൽ കാര്യങ്ങളാണ്.
നസീമ പറയണത് എനിക്ക് ക്ലിയർ ആവുന്നില്ല. ആർക്കെങ്കിലും കേട്ടോ? ഇല്ല മാം, ബ്രേക്ക് ആവുന്നില്ല മാം. ബ്രേക്ക് ആവും. ലാഗ് ചെയ്യുന്ന പോലെ. എന്താണോ വീണ്ടും പ്രശ്നം തുടങ്ങിയ? ലാഗ് ചെയ്യുന്ന പോലെ. അതെയോ, അത് ഫോണിന്റെ മറ്റേ ഞാൻ പറഞ്ഞത് കുറേ കണ്ട കേൾക്കണം. ഓക്കെ, നമുക്ക് ക്ലിയർ ആവുമ്പോ സംസാരിക്കാം, അതായിരിക്കും നല്ലത്. അപ്പോ ഈ ഇത്രയും അതിന്റെ സ്റ്റേജസ് പറഞ്ഞല്ലോ, ചൈൽഡ് ഡെവലപ്മെന്റ് സ്റ്റേജസ്, നമ്മൾ അവരുടെ ആ ലൈഫിന്റെ ഓരോരോ ടൈം എത്ര പീരീഡ് ആണ് അതെല്ലാം നമ്മൾ പറഞ്ഞുപോയി. പിന്നെ ഏരിയാസ്, ഏത് ഏരിയാസിലാണ് ഡെവലപ്മെന്റ്? ഫിസിക്കൽ, ബിഹേവിയർ, കോഗ്നിറ്റീവ്, ഇമോഷണൽ, അതുപോലെ അവരുടെ സെൻസ്, പ്രൈമറി സെൻസസും സെക്കൻഡറി സെൻസസും പറഞ്ഞു. നമ്മളുടെ 5 സെൻസറിന് ടച്ച്, സ്കിന്നുമായി റിലേറ്റഡ് ആയിട്ടുള്ളത് പ്രൈമറി സെൻസിലാണ്. പ്രൈമറി സെൻസിലാണ് അവരുടെ മൂവ്മെന്റ്, ബാലൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. ബാക്കിയെല്ലാം ഓരോ നമ്മൾ പറഞ്ഞു, കണ്ണിന്റെ, മൂക്കിന്റെ, അതെല്ലാം നമ്മൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് 2 പാരഗ്രാഫ്സ് ചെറുതാണ്, ഒന്ന് വായിക്കും. കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്യണേ റിജോ, 2 പാരഗ്രാഫ് ആണേ. റിജോ ഒന്ന് സ്ക്രോൾ ചെയ്യണേ. അത്രയും പോണ്ട, രണ്ടാമത്തെയും മൂന്നാമത്തെയും പാരഗ്രാഫ് ആണ് വേണ്ടത്. അത്രയും പോണ്ട കേട്ടോ. ഓക്കെ, മതി. ഓക്കെ, വായിച്ചോ? കഴിഞ്ഞോ? എല്ലാരും കഴിഞ്ഞു. ഇതിൽ നമ്മൾ പറയുന്നത് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി അങ്ങ് വലുതാവുകയാണ്. ഡയമെൻഷണൽ ഓഗ്മെന്റേഷൻ, ഗ്രേറ്റർ
സൈസിലാകുകയാണ്. അതുപോലെ സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ, കുറേ സെൽസ് നമ്മുടെ ബോഡിയിലുണ്ട്, അതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കൂടുന്നു. ഓരോ കഴിയുമ്പോഴും സെൽസ് കൂടുകയാണ്, ഓരോ ഏജ് സ്പാൻ കഴിയുന്നു. എല്ലാം സൈസസിലെല്ലാം ചേഞ്ച് വരുന്നു. ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ആണ്. ഡെവലപ്മെന്റിന്റെ ഓരോ ഏരിയ നമ്മൾ ഈ ഗ്രോത്ത് അതാണ്. സൈസ് വളരുക എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താ വലിപ്പം, അതിന്റെ സൈസ് കൂടുന്നു എന്നല്ലേ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. വെയിറ്റ് കൂടുന്നു, ആ ഒരു രീതിയിൽ. അപ്പൊ ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ്, അതാണ് ഹ്യൂമൻ ഗ്രോത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് മാറ്റങ്ങൾ വരുന്നു, ശരീരത്തിന്റെ സൈസിന്റെ വ്യത്യാസം വരുന്നു, വെയിറ്റ് മാറുന്നു, എല്ലാം. കുട്ടിയുടെ വെയിറ്റ് കുറയുമ്പോ എന്താ പറയണേ, വളർച്ച ഇല്ലല്ലോ, അങ്ങനെ പറയില്ലേ, വളർച്ചയില്ലല്ലോ അല്ലെ. അപ്പൊ അതാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ആ വെയിറ്റ് കൂടുന്നു, സൈസിൽ വ്യത്യാസം വരുന്നു, ചെറുതായിട്ടിരുന്ന കൈയൊക്കെ കുറച്ചുകൂടെ ഉരുണ്ടു വരുന്നു അല്ലെ, ഓരോ ഏജ് മാറുമ്പോൾ. ഇത് നാച്ചുറലി ഹാപ്പൻ ചെയ്യുന്നതാണ് നമ്മളുടെ ഓരോ ലൈഫിന്റെ ഏർലി സ്റ്റേജിൽ. ഓരോ ഏജ് ആവുമ്പോഴേക്കും ഹൈറ്റ് ആ ഒരു കോൺസ്റ്റന്റ് ലെവലിലാവും. പിന്നെ വെയിറ്റ്, പിന്നെ നമ്മൾക്കൊരു ബാലൻസിങ് ആണ്. ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആണ് നമ്മുടെ ബോഡിക്ക് പറ്റുള്ളൂ എന്നത് നമ്മൾ പിന്നെ നമ്മുടെ ഹെൽത്തിനെ പറ്റി ചിന്തിക്കുന്നു. അത് എപ്പോഴാണ് അഡൾട്ട്ഹുഡ് ആകുമ്പോൾ അല്ലെ. അഡോളസൻസ് വരെ കുട്ടികൾ അവരുടെ ബോഡി ഫിസിക് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും, ഹൈറ്റ് വെയിറ്റ് ഒക്കെ വളരും. അതൊരു അഡൾട്ട്ഹുഡ് ആകുമ്പോൾ നമുക്കറിയാം ഇത്ര ഹൈറ്റിന് ഇത്ര വെയിറ്റ് എന്നുള്ള രീതിയിൽ. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് അല്ല, സൈക്കോളജിക്കലും സോഷ്യലും ആയിട്ടുള്ള ഗ്രോത്ത് ആണ് ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിലുള്ള ഒരു കമ്പാരിസണും ആ ഡിഫറൻസും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് പാരഗ്രാഫ്. ഗ്രോത്ത് മീൻസ് നമ്മളുടെ ബോഡിക്ക് ഉണ്ടാകുന്ന വളർച്ച, വെയിറ്റ് വ്യത്യാസം, സൈസ് കൂടുന്നു, നമ്മളുടെ ബോഡിയുടെ സെൽസ് മൾട്ടിപ്ലൈ, ഇതൊക്കെയാണ് ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഡെവലപ്മെന്റ് മീൻസ് ഒരു കൺട്രി ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതിന്റെ ഏരിയ കൂടുന്നു എന്നല്ലല്ലോ, അവിടുത്തെ പല ഏരിയയിലും എക്കണോമിക്കൽ പരമായിട്ട് ഡെവലപ്പ് ചെയ്യും. കൃഷിയിൽ അവർക്ക് ഡെവലപ്മെന്റ്സ്, എഡ്യൂക്കേഷന്റെ ഡെവലപ്മെന്റ്, അങ്ങനെയല്ലേ പറയുന്നത്. അതുപോലെ ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു ചൈൽഡ് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് അയാളുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് വേണം. തിങ്കിങ്, അതായത് ഒരു മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലി ഡെവലപ്മെന്റ് അവിടെ നടന്നിട്ടില്ല. ആ ഇമോഷൻസ് പാർട്ടിൽ എന്തോ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് ഇമോഷൻസ് മനസ്സിലാകാത്തത്. കൂടുതലും ഈ ഓട്ടിസം ഒക്കെ വന്ന കുട്ടികൾക്ക് അവരുടെ ആ ഇമോഷണൽ പാർട്ട് പലപ്പോഴും ഡെവലപ്പ് ചെയ്യാറില്ല. അവർ ഒന്നും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും വേറൊരു മൂഡി പോലെ, അങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ട്. അതേസമയം നോർമലി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കുട്ടി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഈ പാർട്സ് എല്ലാം സൈക്കോളജിക്കലായിട്ടും സോഷ്യലൈസ് ചെയ്യുന്നവര്, അതെല്ലാം പിന്നെ എൻവയോൺമെന്റുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്, അതിന്റെ ബിഹേവിയറൽ പാറ്റേൺസ്, ഫാക്ടേഴ്സ്, എല്ലാത്തിനും വ്യത്യാസങ്ങൾ വരും. അതായത് മെച്യൂർ ആയി എന്ന് നമ്മൾ പറയുന്നു അല്ലെ. ഇരുത്തം വന്നു ചില പ്രായമായ വയസ്സായ ആൾക്കാർ കുട്ടികളെ പറ്റി പറയും, ഇപ്പൊ ഒരു ഇരുത്തം വന്നു എന്ന് പറയും. അതായത് മെച്യൂരിറ്റിയിലേക്ക് കടക്കും. എല്ലാം അറിയാൻ കുട്ടിക്ക്, ഞാൻ എവിടെ എന്ത് സംസാരിക്കണം, എങ്ങനെ പെരുമാറണം. ചിലപ്പോൾ ചില ആളുകൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരെ പെട്ടെന്ന് മനസ്സിലാക്കും, അവരുടെ രീതികൾ മനസ്സിലാക്കും. അപ്പൊ ഞാൻ എങ്ങനെയായിരിക്കണം, അവരോട് ബിഹേവിയർ ശരിയായത്. ആ ഒരു മെച്യൂരിറ്റി വരുമ്പോൾ ബിഹേവിയർ, ഇമോഷൻസ്, സോഷ്യലൈസ് ചെയ്യുന്നത്, ഇന്റലക്ച്വൽ ലെവൽ, ഇതെല്ലാം കുട്ടിയുടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ രണ്ടും നാച്ചുറൽ പ്രോസസ് ആണ്. ഏതാണ്? ഡെവലപ്മെന്റും ഗ്രോത്തും. നമ്മളുടെ ശരീരം വളരുന്നതും നമ്മളുടെ അല്ലാതെയുള്ള ഏരിയാസ് ഡെവലപ്പ് ചെയ്യുന്നത് രണ്ടും നാച്ചുറൽ പ്രോസസ് ആണ്, പക്ഷെ ഡിഫറെന്റ് ആണ്. ബോത്ത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആർ ക്ലോസ്ലി റിലേറ്റഡ്. ഈ ഹെൽത്തി ആയിട്ടൊരു അഡൾട്ട് ഫോം ചെയ്യണമെങ്കിൽ ഇത് രണ്ടും ക്ലോസ്ലി ഇന്റർ കണക്റ്റഡ് ആണ്, ക്ലോസ്ലി റിലേറ്റഡ് ആണ്. രണ്ടും ഉണ്ടെങ്കിലാണ് നമുക്ക്, അത് നിങ്ങൾക്ക് ഇപ്പൊ കൂടുതൽ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ഒന്ന് നല്ല പോലെ നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ട് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അഡൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് ഡെവലപ്മെന്റ്, ആ പറഞ്ഞിരിക്കുന്ന ഏരിയാസിലെല്ലാം ഡെവലപ്മെന്റും വേണം, ഗ്രോത്തും വേണം അല്ലെ. ഫിസിക്കൽ ആ ഗ്രോത്തും വേണം. നമ്മൾ ആ പറഞ്ഞ നമ്മുടെ രണ്ട് എന്താ പറയാ സൈക്കോളജിസ്റ്റുകൾ, ഓതേഴ്സ് ഉണ്ടല്ലോ, പ്രൂ ആൻഡ് പ്രൂ remarks that growth refers to structural and physiological changes. അതൊരു മനുഷ്യന്റെ രൂപം, ഒരു സ്ത്രീ എന്ന് പറയുമ്പോഴേക്കും അറിയും എങ്ങനെയാണ് ഇരിക്കുന്നത്, മുടി,
അങ്ങനെയൊക്കെ ഒരു വ്യത്യാസം. ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ അയാളുടെ ബോഡിയിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ് ഗ്രോത്ത്. സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ്. നമുക്കറിയാം നമ്മളുടെ കൈ ഏത് ഭാഗത്ത് വരും, കാലെവിടെ വരും, മൂക്ക്, അങ്ങനെ. അപ്പൊ അങ്ങനെ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ആണ്. ഫിസിയോളജിക്കൽ ചേഞ്ചും സ്ട്രക്ചറൽ ആയിട്ടുള്ള ചേഞ്ചുമാണ് ഗ്രോത്ത് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. വൈൽ ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ഗ്രോത്തുമാണ് ആസ് വെൽ ആസ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ. നമ്മുടെ ഓരോ ഏരിയയിലുമുള്ള ഗ്രോത്തും അതുപോലെ തന്നെ ബിഹേവിയറിലെ ചേഞ്ചസ്. അപ്പൊ പ്രോ ആൻഡ് പ്രോ നമ്മൾ ലാസ്റ്റ് സെഷനിൽ നമ്മൾ അവർ ആരാണ്, ഒരു ഓതറാണ്, സൈക്കോളജിയിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജി കുറച്ച് ബുക്സ് ഒക്കെ എഴുതുന്ന ഓതേഴ്സ് ആണ് അവർ രണ്ടുപേരും. അവർ പറഞ്ഞ ഡെഫിനേഷൻസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുപോയി. അവർ ഈ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും കുറിച്ച് അവരുടെ ഒരു പെർസ്പെക്റ്റീവ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്, അവരുടെ ഒരു കാഴ്ചപ്പാട്. പിന്നെ അടുത്തത് ഹർലോക്ക്. ഹർലോക്ക് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ഒരു ഓതറാണ്, സൈക്കോളജിയിൽ ബുക്സ് എല്ലാം എഴുതുന്നത്. എലിസബത്ത് ബേർണൻ ഹർലോക്ക് എന്നാണ് മുഴുവൻ പേര്. എലിസബത്ത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. ELIZABETH എലിസബത്ത് ബേർണർ. ബേർണർ എന്നാണ് സ്പെല് ചെയ്യുന്നതെന്ന് ഞാനങ്ങ് വിചാരിക്കണം. പല പേരുകൾ പലപ്പോഴും അതിന്റെ പ്രൊനൗൺസിയേഷൻ വേറെയാണല്ലോ. സ്പെല്ലിംഗ് ഇതാണ്, BERGNER. അവിടെ ആറും ജി ഒക്കെ ചിലപ്പം ആറ് സൈലന്റ് ആയിരിക്കും, ജി ഒരു സോഫ്റ്റ് ആയിട്ടായിരിക്കും. അതിന് ബേർണർ ഞാൻ പറഞ്ഞത്. എലിസബത്ത് ബേർണർ ഹർലോക്ക്. ELIZABETH എലിസബത്ത് ബേർണർ BERGNER. ഹർലോക്കിന്റെ വേർഡ്സില് വ്യൂസില് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പ്രോഗ്രസീവ് സീരീസ് ഓഫ് ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ഇൻ ആൻ ഓർഡർലി പ്രെഡിക്റ്റബിൾ പാറ്റേൺ ആസ് എ റിസൾട്ട് ഓഫ് മെച്യൂറേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് അത് കരയും. അതൊരു സീരീസ് ഓഫ് ചേഞ്ചസ് സംഭവിക്കുക. പിന്നെ ഒരു 3 months ഒക്കെ പിന്നെ അമ്മയുടെ പാല് കുടിക്കാനായിട്ട് തുടങ്ങും, സക്ക് ചെയ്യാനായിട്ടത് പഠിക്കുന്നു, കണ്ണ് തുറക്കാനായിട്ടത് പഠിക്കുന്നു, കണ്ണ് തുറന്ന് നോക്കുന്നു, വെളിച്ചം വരുമ്പോൾ കണ്ണ് ചിമ്മുന്നു. അതൊക്കെ ആ സീരീസ് ഓഫ് ചേഞ്ചസ് ആണ്. ദാറ്റ് ഹാപ്പൻ ഇൻ ആൻ ഓർഡർലി പ്രെഡിക്റ്റബിൾ പാറ്റേൺ. പിന്നെ നമുക്കറിയാം കമിഴും, പിന്നെ എഴയാൻ തുടങ്ങും, അതൊക്കെ പിടിച്ചെണീക്കാൻ നോക്കും, ഇരിക്കാനായിട്ട് നോക്കും, പിടിച്ചു നിൽക്കാൻ നോക്കും, നടക്കാൻ തുടങ്ങും, അതൊക്കെ ഓടാൻ തുടങ്ങും, അല്ലെ? പിന്നെ സ്പീച്ച് വരും, അങ്ങനെ കാര്യങ്ങളെല്ലാം. പിന്നെ അവരുടേതായ ഒരു ലാംഗ്വേജ് ഉണ്ടാവും. ഓക്കെ, അതാണ് ഹർലോക്ക് പറയുന്നത്. ഡെവലപ്മെന്റ് റെഫേഴ്സ് എ പ്രോഗ്രസീവ് സീരീസ് ഓഫ് ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ഇൻ ആൻ ഓർഡർലി പ്രെഡിക്റ്റബിൾ പാറ്റേൺ ആസ് എ റിസൾട്ട് ഓഫ് മെച്യൂറേഷൻ. ഇങ്ങനെ മെച്യൂരിറ്റിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നവരിത്. ആൻഡ് എക്സ്പീരിയൻസ്, അതായത് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വെച്ചിട്ട് ആ ഒരു റിസൾട്ട് ചെയ്യുന്നു, മെച്യൂരിറ്റി റിസൾട്ട് ചെയ്യുന്നു. കുട്ടി എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ഇതിനകത്ത് ഡിപ്പെൻഡന്റ് ആണ്. സോ അതാണ് ഹർലോക്ക് പറഞ്ഞത്. മുബീന ജോയിൻ ആയിട്ടുണ്ടെന്ന്. മുബീനയാണ് മനീജിയാണോ എന്തോ പറയാൻ വന്നല്ലോ. ആരും മനീജി ആയിരുന്നു, മനീജിയാന്ന് തോന്നുന്നല്ലേ. നെക്സ്റ്റ് പേജ് ഒന്ന് എടുക്കാമോ റിജോ? നമ്മൾ ഈ പറഞ്ഞ ഗ്രോത്തും ഡെവലപ്മെന്റിന്റെയും ആ ഒരു കമ്പാരിസൺ, അത് തമ്മിലുള്ള കണക്ഷൻ, നമുക്ക് ഡിഫറൻസ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ അതൊന്ന് കമ്പയർ ചെയ്തിരിക്കുന്നു. രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. രണ്ടും ഉണ്ടെങ്കിലാണ് ഒരു മെച്യൂർ ആയിട്ടുള്ള അഡൾട്ട് ഫോം ചെയ്യുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പൊ അതിന്റെ ടേബിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ടേബിൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക കേട്ടോ. ടേബിൾ കൊടുത്തിട്ടുണ്ട് ഗ്രോത്തിന്റെയും ഡെവലപ്മെന്റിന്റെയും ജസ്റ്റ്.
കഴിയുമെന്ന് പറയണേ. കഴിഞ്ഞോ? വായിക്കുമ്പോ ജസ്റ്റ് നമ്മൾ അത് ഒരു മെഡിറ്റേഷൻ പോലെ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് കൊണ്ടുവരണം കേട്ടോ. അപ്പൊ നമ്മൾക്ക് 2 കോളമായിട്ട് കൊടുത്തിട്ടുണ്ട് ടേബിളായിട്ട്. ഗ്രോത്ത്, ഡെവലപ്മെന്റ്. നമ്മളിപ്പോ ഓൾറെഡി ഗ്രോത്ത് ഡെവലപ്മെന്റ് എന്താന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി. ഒന്ന് ശരീരത്തിൽ ഉണ്ടാകുന്ന ആ ഒരു സൈസ് ചേഞ്ചസ്, വെയിറ്റ്, അതെല്ലാം ഗ്രോത്തിൽ വരും. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈക്കോളജിക്കൽ, സോഷ്യൽ, അങ്ങനെയുള്ള ആ ഒരു വ്യത്യാസമാണ് പറയുന്നത്. അപ്പോൾ ഒരാള് നല്ല ഹൈറ്റും വെയിറ്റും വെച്ചു, അപ്പൊ അയാള് വളർച്ചയുള്ള മനുഷ്യനാന്ന് പറയാം. പക്ഷേ അയാളുടെ ബുദ്ധി എങ്ങനെയാണ് അയാളെ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. സോ ഗ്രോത്ത് നമുക്ക് മെഷറബിൾ ആണ് അല്ലെ. ഹൈറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, മെഷർ ചെയ്യാം. പക്ഷെ ഇന്റലക്ച്വൽ ആണോ എന്നുള്ളത് നമുക്ക് അതുപോലെ കണ്ടാൽ മനസ്സിലാവില്ല, മെഷർ ചെയ്തെടുക്കാനും നമുക്ക് പറ്റില്ല. ഹൈറ്റും വെയിറ്റും ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ദ സ്പെസിഫിക് ആസ്പെക്ട് ഓഫ് ബോഡി ഓർ ബിഹേവിയർ ഓഫ് ദി ഇൻഡിവിജ്വൽ. അതായത് നമ്മളുടെ ബോഡിയുടെ വ്യത്യാസങ്ങൾ, സ്പെസിഫിക് ആസ്പെക്ട്, അതിലെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതാണ് ഗ്രോത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ബിഹേവിയറും റിഫ്ലക്ട് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 3 വയസ്സുള്ള കുട്ടി ചെയ്യുന്ന പോലെ ആയിരിക്കില്ല 13 വയസ്സുള്ള കുട്ടി. അപ്പൊ ആ വളർച്ചയും ബിഹേവിയറും തമ്മിൽ അവിടെ കണക്റ്റഡ് ആണ്. അതാണ് പറയുന്നത്. ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, സ്പെസിഫിക് ചേഞ്ചസ് ഇൻ ദി സ്പെസിഫിക് ആസ്പെക്ട് ഓഫ് ബോഡി, ബോഡിയുടെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്ന ചേഞ്ചസ്, അതാണ് ഗ്രോത്തിൽ വരുന്നത്. അതിനൊപ്പം തന്നെ ബിഹേവിയറും ഇൻഡിവിജ്വലിന്റെ ചേഞ്ച് ചെയ്യുന്നു ഗ്രോത്തിനനുസരിച്ച്. ചിലപ്പോ ചെറുതായിരുന്നപ്പോ കുട്ടിക്ക് ആൾക്കാർ വരുമ്പോഴേക്കും ആ ഒരു ഷൈ ഒന്നും ഉണ്ടാവില്ലായിരിക്കും. അവരുടെ മുമ്പിൽ ഡാൻസ് ചെയ്യുന്നു, പാട്ട് ചെയ്യുന്നു. കുറച്ച് വലുതായി ഇത്തിരി മെച്യൂർ ലെവലിലേക്ക്, ഒരു ടീനേജ് ഒക്കെ ആകുമ്പോൾ അതുപോലെ ആൾക്കാരുടെ മുമ്പിൽ ഡാൻസ് ചെയ്യാനോ ആ ഒരു അന്ന് ചെയ്ത പോലത്തെ ആ ഒരു സ്പിരിറ്റിൽ അവർക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ബിഹേവിയറും ബോഡി ചേഞ്ചസും തമ്മിൽ കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. It refers to overall changes that result in improved functioning of individual. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവറോൾ ചേഞ്ചസ് ആണ് വരുന്നത്. എല്ലാത്തിലും വരുന്നുണ്ട്. എന്താ പറയാ, ഫിസിക്കലിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇമോഷണൽ, പിന്നെ ഇന്റലക്ച്വൽ, സോഷ്യലൈസ് ചെയ്യുന്നത്, അതെല്ലാം എല്ലാം കൂടെ വരുന്ന ഒരു ഓവറോൾ ചേഞ്ചസ്. അത് ഓരോരോ ഏജിലും അത് ഓരോ രീതിയിലാണ്. ഇൻഡിവിജ്വലില് ഓരോ ഏജിലും ഓരോ രീതിയിലും അത് ഓവറോൾ ആയിട്ട് ചേഞ്ച് ചെയ്തു. ഓരോ ഏജിലും ഈ എല്ലാ ലെവൽസിലും ചേഞ്ചസ് വരുന്നുണ്ട്. ഇമോഷൻസിലുണ്ടാകും, ഇന്റലക്ച്വലിലുണ്ടാകും, ആളുകളുമായി സോഷ്യലൈസ് ചെയ്യുന്ന കാര്യങ്ങളിലുണ്ടാകും. അങ്ങനെ എല്ലാത്തിലും ഓവറോൾ ചേഞ്ചസ് ഇങ്ങനെ വന്ന് അതൊരു മെച്യൂരിറ്റി ലെവലാകുമ്പോൾ കറക്റ്റ് ആ ഒരു ഡെവലപ്മെന്റ് വരുന്നു. അല്ലാതെ ഇത്ര വയസ്സ് വരെ ഇമോഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു, ഇത്ര വയസ്സ് കഴിയുമ്പോൾ കോഗ്നിറ്റീവ് ഡെവലപ്പ് ചെയ്യുന്നു, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ഏജ് കൂടുന്നതിനനുസരിച്ച് എല്ലാ ലെവലിലും ഓവറോൾ ചേഞ്ചസ് സംഭവിക്കുന്നതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഗ്രോത്തിന്റെ കേസിൽ നമുക്കറിയാം, ഇത്ര ഒരു ഏജ് വരുമ്പോഴേ കുട്ടി കമഴുള്ളൂ, അല്ലെങ്കിൽ ഒന്ന് പിടിച്ചിരിക്കാൻ നോക്കുള്ളൂ അല്ലെ. അത് ഗ്രോത്തിന്റെ കേസിൽ പറയും. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്റ്റേജിലും ഈ എല്ലാ ലെവൽസും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. It refers to changes in the quantitative aspects. ക്വാണ്ടിറ്റി, അവിടെ അളവാണ് കൂടുന്നത് അല്ലെ. ചേഞ്ചസും സംഭവിക്കുന്നത് അളവിലാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രായത്തിലും നമ്മുടെ ഡ്രസ്സിന്റെ മെഷർമെന്റ് മാറുമല്ലേ ഓരോ പ്രായത്തിലും. അപ്പൊ ഈ ഗ്രോത്തില് ഞാൻ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, ഗ്രോത്തില് നമ്മുടെ ആകെയുള്ള ഫിസിക്കിന്റെ ക്വാണ്ടിറ്റി ആണ് വ്യത്യാസം വരുന്നത്. സെൽസ് തന്നെ, നമ്പർ ഓഫ് സെൽസ് തന്നെ ഓരോ ഏജിലും മാറും. നമ്മുടെ ബോഡിയിലുള്ള സെൽസ്, പല്ലിന്റെ അളവ് മാറും അല്ലെ, നമുക്കറിയാം. മുടിയുടെ ക്വാണ്ടിറ്റി മാറും അല്ലെ. മൂക്ക്, നമ്മൾ ഓരോ ഏജ് വരുന്നവരും മൂക്കിന്റെ ആ വലിപ്പം വ്യത്യാസം വരും, കണ്ണിന്റെ വലുപ്പത്തിൽ വ്യത്യാസം വരും, ഫേസിന്റെ വലുപ്പത്തിൽ. അവിടെ ക്വാണ്ടിറ്റിയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഗ്രോത്തിന്. അതേസമയം ഡെവലപ്മെന്റില് ക്വാളിറ്റിയാണ് മാറുന്നത്. 5 വയസ്സിലെ ഒരു ഇമോഷണൽ തിങ്കിങ് ആയിരിക്കില്ല 10 വയസ്സാകുമ്പോൾ. അവിടെ ക്വാളിറ്റിയാണ് മാറുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഗ്രോത്ത് ഇറ്റ് ഡസ് നോട്ട് കണ്ടിന്യൂ ത്രൂ ഔട്ട് ലൈഫ്.
ജീവിതകാലം മുഴുവൻ നമ്മൾ ഹൈറ്റ് വെക്കുന്നില്ല അല്ലെ. അത് ഒരു ഇതെത്തുമ്പോഴേക്കും ആ ഓരോ സെൽസ് ഡെവലപ്പ് ചെയ്യുന്നത് ലൈഫ് ലോങ് സെൽസ് ഡെവലപ്പ് ചെയ്യില്ല, അത് സ്റ്റോപ്പ് ചെയ്യണം. മെച്യൂരിറ്റി ഈസ് അറ്റൈൻഡ്, ആ ഒരു ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇത് ചില ഫാക്ടേഴ്സ് മാത്രമാണ് വ്യത്യാസം വരുന്നത്. വെയിറ്റ്, അതെന്തുകൊണ്ടാണ്? നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന ഭക്ഷണത്തിന്റെ വ്യത്യാസം കൊണ്ട്. പക്ഷെ ഹൈറ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈറ്റ് കൂടില്ല. പക്ഷെ വെയിറ്റിന് മാത്രമാണ് ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നത്. പക്ഷെ നോർമൽ ആയിട്ടുള്ള ഒരു അഡൾട്ട്ഹുഡിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വെയിറ്റ് ആണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അൺസീസിങ് പ്രോസസ്. ഇറ്റ് ഡസ് നോട്ട് എൻഡ് വെൻ ദ മെച്യൂരിറ്റി ഈസ് അറ്റൈൻഡ്. നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു, അപ്പൊ നമ്മളുടെ നോളജ് കൂടുവാണ്, വളരുവാണ് അല്ലെ അവിടെ. സോ ഇറ്റ് ഈസ് ആൻ അൺഈസിങ് പ്രോസസ്. നമ്മൾ പഠിക്കുന്നു, 10th കഴിയുമ്പോൾ അടുത്തത് പഠിക്കുന്നു, അത് കഴിയുമ്പോൾ അടുത്തത് പഠിക്കാൻ പോകും, ഹയർ സ്റ്റഡീസിന് പോകുന്നു, റിസർച്ച് ചെയ്യുന്നു. സോ അവിടെ നമ്മളുടെ ഡെവലപ്മെന്റ് കൂടുവാണ്, നോളജ് ലെവലിൽ, ഇന്റലക്ച്വൽ ലെവലിൽ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഒക്കെ കൂടുവാണ്. സോ ഇറ്റ് ഈസ് ആൻ അൺസീസിങ് പ്രോസസ്. നിലയ്ക്കാത്ത ഒരു പ്രോസസ്സാണ്, അത് സ്റ്റോപ്പ് ആവില്ല. മെച്യൂരിറ്റി ആയാലും ഇത് സ്റ്റോപ്പ് ആവുന്നില്ല. കമ്പാരിസൺ ആണ്. It is narrow in its meaning and only one of the features of development process. ഇത് ആ മീനിങ്ങിന് ഗ്രോത്ത്, വളർച്ച എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഒരു ഇതെത്തുമ്പോൾ അത് നിൽക്കുന്നു. ഡെവലപ്മെന്റിന്റെ ഒരു ഫീച്ചറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഒരു ആള് ഇമോഷണലി അല്ലെങ്കിൽ ഇന്റലക്ച്വലി ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഏജ് ഒരു ഫാക്ടർ ആണല്ലേ. ഇമോഷണൽ ഡെവലപ്മെന്റ് 3 മാസത്തിനേക്കാളും അതൊരു 3 വയസ്സാകുമ്പോൾ കൂടുതലും അല്ലെ. അപ്പൊ ദാറ്റ് മീൻസ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഡെവലപ്മെന്റിന്റെ ഒരു ഫീച്ചറാണ്. അതുകൊണ്ടാണ് ഇത് 2 പാർട്ട് അല്ല എന്ന് പറയുന്നത്. ഡെവലപ്മെന്റിന്റെ ഒരു ഫീച്ചറാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൈഡർ ആൻഡ് കോംപ്രിഹെൻസീവ്. നമുക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാം, പല ലാംഗ്വേജ് പഠിക്കാം. സോ അതൊരു വൈഡർ ആണ്. നമ്മുടെ കോംപ്രിഹെൻസീവ്, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ച് നോക്കുമ്പോൾ, അതായത് ലാംഗ്വേജ് ആണെങ്കിലും ശരി, ടെക്നിക്കൽ എന്തെങ്കിലും കാര്യം പഠിക്കുവാണെങ്കിലും ശരി, പിന്നെ ഈ സോഫ്റ്റ്വെയർ കുറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അല്ലാതെ സോഫ്റ്റ്വെയർ ഫീൽഡിൽ കുറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആ ഓരോ ടേമിനെ വെച്ച് നോക്കുമ്പോൾ അതൊരു വൈഡർ കോംപ്രിഹെൻസീവ് ആണ്. ഡ്രൈവിംഗ് പഠിക്കാൻ പോകും, സ്റ്റിച്ചിങ് പഠിക്കുന്നു, സ്വിമ്മിങ്. അപ്പൊ ഓരോ ടേം വെച്ച് നോക്കുമ്പോൾ ഇത് വൈഡർ ആണ്. അതാണ് ഡെവലപ്മെന്റ് പറയുന്നത്. ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ്. ഗ്രോത്ത് എന്ന് പറയുന്ന ഡെവലപ്മെന്റ് ഫീച്ചർ ആണ്. പക്ഷെ സംടൈംസ് ഇറ്റ് മേ ബ്രിങ് ഡെവലപ്മെന്റ്. ചിലപ്പോൾ അത് ഡെവലപ്മെന്റ് കൊണ്ടുവരും, ചിലപ്പോൾ അത് ഡെവലപ്മെന്റ് കൊണ്ടുവരില്ല. അത് അങ്ങനെയും പറയും. അതായത് നല്ല ഹൈറ്റ് ഉള്ള ഒരാള് മരത്തിൽ കയറണമെന്ന് നിർബന്ധമില്ലല്ലോ. ഇവിടെ ഹൈറ്റ് ഉള്ള ആൾക്ക് പെട്ടെന്ന് മരത്തിൽ കയറാം, അല്ലെങ്കിൽ വണ്ണോ അധികം ഇല്ലാത്ത ആൾക്ക് ഓടിപ്പോയി മരത്തിൽ കയറാം. സോ ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ്. അത് ക്ലിയർ ആയിരുന്നു. എക്സാമ്പിൾ പറഞ്ഞത് മനസ്സിലാകാൻ ഉദ്ദേശിച്ചാണ് അങ്ങനെ എക്സാമ്പിൾ പറയുന്നത്. പിന്നെ നല്ല വലിയ തലയുള്ള ആൾക്ക് ഭയങ്കര ബുദ്ധി ഉണ്ടാവണമെന്നില്ല. തലയുടെ വലിപ്പം വലുതാണ്, മീൻസ് ബുദ്ധി കൂടുതലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഉണ്ട കണ്ണുകളാണ്, വിഷൻ പ്രോബ്ലം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും? ഇല്ല, അതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ കൈവിരലുകളൊക്കെ നല്ല നീളമുള്ളതാ. ചുമ്മാ ആൾക്കാർ ചിലപ്പോൾ പറയും ആർട്ടിസ്റ്റ് ആവും, വരയ്ക്കുന്നൊക്കെ. അതും നിർബന്ധമില്ല. സോ ഗ്രോത്ത് മേ ഓർ, ചിലപ്പോൾ നീളമുള്ള വിരലുള്ള ആള് വരയ്ക്കാം, ചിലപ്പോൾ വരയ്ക്കാതിരിക്കാം. സോ ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. നമ്മളുടെ ഈ ചില സയന്റിസ്റ്റുകൾ ഈ എന്താ പറയാ, അവര് പാരലൈസ്ഡ് ആയി പോകുന്നു, പോളിയോ അങ്ങനെയൊക്കെ വന്ന് ഈ വീൽ ചെയറിൽ നിലനിൽക്കെ ഉള്ളവര്, അവർക്ക് ഭയങ്കര ബുദ്ധിയുള്ളവരില്ലേ. സോ ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. ഡാർഫിസം, പൊക്കം കുറഞ്ഞ ഒരാളുണ്ട്, ദാറ്റ് മീൻസ് അയാൾക്ക് ബുദ്ധിയില്ല എന്നല്ലല്ലോ. അവര് എഞ്ചിനീയറിംഗ് ഫീൽഡ് അങ്ങനെ നല്ല ഫീൽഡിലൊക്കെ ഷൈൻ ചെയ്യുന്നവരുണ്ട്. സോ ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. ഗ്രോത്ത് ഒരു ഫാക്ടർ ആണെങ്കിലും ഡെവലപ്മെന്റ് ഗ്രോത്ത് ഇല്ലാതെ പോസിബിൾ തന്നെയാണ്. വളർച്ച കുറഞ്ഞ ഒരാള്, ഡാർഫിസം, കുള്ളൻ എന്നൊക്കെ പറയുന്നു, ഡാർഫിസം ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ ബുദ്ധി ഉണ്ടാവും. ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. പിന്നെ എന്താ പറയാ, ജന്മന കയ്യും കാലും ഇല്ലാതെ ജനിക്കുന്ന ചില കുട്ടികളല്ലേ, അങ്ങനെയൊക്കെ പറയാറില്ലേ. അപ്പൊ
കൈയുടെ ഇത്രയും പോർഷനേ ഉള്ളൂ, അല്ലെങ്കിൽ കാല് മാത്രമുള്ള കുട്ടി, ആ കുട്ടി കാലുകൊണ്ട് പടം വരച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ട്. സോ ദാറ്റ് ഇസ് ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. കൈയില്ലെങ്കിലും അത് കാലുകൊണ്ട് പടം വരച്ചു, കാലുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. സോ അത് the changes generated by growth are perceivable and can be measured. ഗ്രോത്ത് മൂലം ഉണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും, ഒരാളുടെ വളർച്ച. അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഹൈറ്റ്, വെയിറ്റ് ഒക്കെ മെഷർ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ആ ചേഞ്ചസ് ജനറേറ്റ് ചെയ്ത് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഡെവലപ്മെന്റ് ചേഞ്ചസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡെവലപ്മെന്റ് ആർ മോർ പെർസീവബിൾ ആൻഡ് കനോട്ട് ബി മെഷേർഡ്. പക്ഷെ ഇപ്പോൾ ഡെവലപ്മെന്റ് അങ്ങനെ നമുക്കൊരു ടേപ്പ് വെച്ചിട്ടോ ഒരു വെയിങ് ബാൻ വെച്ചിട്ടോ ഒന്നും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, പെർസീവ് ചെയ്യാനും പറ്റില്ല. അയാളുടെ ബിഹേവിയറിലൂടെ, പെരുമാറ്റത്തിലൂടെ ചില റിഫ്ലക്ഷൻസ് നമുക്ക് കിട്ടുന്നല്ലാതെ നമുക്കത് മെഷർ ചെയ്യാൻ പ്രത്യേകിച്ച് ടൂളൊന്നും. ഗ്രോത്ത് ഈ സ്ട്രക്ചറൽ, ഗ്രോത്ത് സ്ട്രക്ചറൽ ആണ്. കൈയുണ്ട്, കാലുണ്ട്, മുഖമുണ്ട്, ഉണ്ട്, ചെവിയുണ്ട്, അങ്ങനെയൊക്കെ സ്ട്രക്ചറലാണ്. പക്ഷെ ഡെവലപ്മെന്റ് സ്ട്രക്ചറൽ അല്ല, ഫങ്ഷണൽ ആണ്. അതൊരു നമുക്ക് കാണാൻ പറ്റില്ല. അത് ആളുടെ ബിഹേവിയർ. ചിലപ്പോൾ ഒട്ടും സംസാരിക്കാത്ത ഒരു വ്യക്തിയായിരിക്കും, പക്ഷെ അയാൾക്ക് ഒരു 10 ലാംഗ്വേജ് അറിയായിരിക്കും. അയാൾ ഗ്രൂപ്പിൽ വരുമ്പോൾ അധികം നമുക്കറിയില്ല. പിന്നെ ഈ ചില റിട്ടയർ ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ കൊടുത്ത് കൃഷിയൊക്കെ ചെയ്താണ്. പെട്ടെന്ന് നോക്കുമ്പോൾ അവര് IAS ആയിരുന്നു ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. സോ ഡെവലപ്മെന്റ് ഇസ് ഫങ്ഷണൽ, ഗ്രോത്ത് ഇസ് സ്ട്രക്ചർ. നമുക്ക് ആ ഒരു ഇത് ക്ലിയർ ആയി തോന്നുന്നു. നാളെ നിങ്ങൾക്ക് നോട്ട്സ് ഇടും കേട്ടോ. എന്നുവെച്ചാല് ഈ ഫസ്റ്റ് യൂണിറ്റ് പാട്ട് തീരാതിരുന്നോണ്ട് അവര് ഷെയർ ചെയ്യാതിരുന്നത്. അത് മറ്റേ മിസ് ഹാൻഡ് ചെയ്യുന്നോണ്ടാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം വായിച്ചു നോക്കാം. പ്രിന്റ് കിട്ടിയതല്ലേ, ഷെയർ ചെയ്തതല്ലേ? നേരത്തെ ആദ്യം ഷെയർ ചെയ്തിട്ടുണ്ടല്ലേ? ഇത് പ്രിന്റ് ഓക്കെ ഓക്കെ. ആ ശരി. അതെന്താന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾക്ക് ഡിവൈഡ് ചെയ്തത് അശ്വതി ഫസ്റ്റ് പാർട്ട് 1ഉം എനിക്ക് പാർട്ട് 2 പറഞ്ഞായിരുന്നു ഡിവൈഡ് ചെയ്തത്. മിസ് അന്ന് തിരക്കായത് കാരണം പാർട്ട് 1, കാരണം ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകേണ്ടതാണ്. ഈ ഹെൽത്ത് കെയറും ചൈൽഡ് വെൽഫെയറും കുഴപ്പമില്ലാത്ത കൊണ്ടാണ് ഞാൻ ഇത് ഈ സെക്കൻഡ് പാർട്ടിലേക്ക് വന്നത്. ഹെൽത്ത് കെയർ നിങ്ങൾക്ക് ഡിസീസസ് തന്നെയാണ്, നമ്മൾ ഓൾറെഡി ഡിസീസസിന്റെ പോർഷൻ കഴിഞ്ഞു. അപ്പം ഇത് വായിച്ചു നോക്കുക. നോട്ട്സ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ രാവിലെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കുറെ ആക്ടിവിറ്റീസ് ഒന്നും എനിക്ക് ടൈപ്പ് ചെയ്ത് അയക്കാൻ പറ്റിയില്ല. സോ സാറ്റർഡേ സൺഡേ ആണല്ലോ, ഞാൻ എല്ലാം ഒന്ന് അയച്ചിട്ടേക്കാം. 5th ചാപ്റ്ററിന്റെ 6th ചാപ്റ്ററിന്റെയും കുറച്ച് ക്വസ്റ്റ്യൻസും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അതും അയച്ചേക്കാം. സമയം പോലെ ആ ഒരു പാർട്ട് 1 തീരുമ്പോൾ പാർട്ട് 1ലെ എല്ലാ യൂണിറ്റിന്റെയും ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻസും എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. കാരണം പാർട്ട് 2 പാരലലി സ്റ്റാർട്ട് ചെയ്യും, അതുകൊണ്ട് പാർട്ട് 2ന്റെ ആക്ടിവിറ്റീസ് ഒന്നും, ഈ ഫസ്റ്റ് യൂണിറ്റിന്റെ ആക്ടിവിറ്റി ഒന്നും ഞാനിപ്പോ തരുന്നില്ല. കാരണം മറ്റേത് ഒന്നും ആയി വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്തെങ്കിലും ഉണ്ടോ? മനീജി ആയിരുന്നു തോന്നുന്നല്ലേ, എന്തോ കുട്ടിയുടെ എന്തോ കാര്യം പറയാൻ പറ്റാം. പക്ഷെ എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്, പിന്നെ ജോയിൻ ആയില്ല. അപ്പൊ എനിത്തിങ് എൽസ്? ഉണ്ടോ? എന്നാ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മാം. Thank you, ma'am. Good night, ma'am. താങ്ക് യു മാം.